പോസ്റ്ററിന് എത്ര ലൈക്കാ കിട്ടിയിരിക്കുന്നേ. എടാ റോയ്മോനെ, അതോടെ വെച്ചിട്ട് വല്ലതും പോയി പഠിക്കാൻ നോക്ക്. പരീക്ഷ എന്നാന്നറിയാവോ? ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ ഫൈനൽ എക്സാമാ. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടൽ മാർക്ക് 2 കുറഞ്ഞു പോയാല് ഞാൻ എങ്ങനെയാ അത് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി നോക്കുന്നത്? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലെ ആണെന്ന്. സൺഡേ സ്കൂളിലെ എല്ലാം നിനക്ക് അറിയാമല്ലോ. അത് വെച്ച് അങ്ങ് എഴുതിയാ മതി. ഇപ്പം പോയി സ്കൂളിലെ എക്സാമിന്റെ റിവിഷൻ ചെയ്യേ. മമ്മി, റിവിഷൻ കഴിഞ്ഞു. ഇനി സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്കേ. അതെ മോനെ, അറിയാവുന്നതങ്ങ് വെച്ച് എഴുതിയാ മതി. ഇപ്പോഴാ ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഒന്ന് വിശ്രമിച്ച് TV ഒക്കെ ഒന്ന് കാണട്ടെ. സംശയമുള്ളത് ചോദിച്ചോ. കിഴക്കുന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാല് ഗിഫ്റ്റ്. അതെ, മോന്റെ അനിയത്തി ഉണ്ടായപ്പോഴേ കാണാൻ വന്നവർ ഓരോ ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ, അതാ മോനെ. ബാക്കി പഠിച്ചോ. മമ്മി, യേശുവിനെ സ്ഥാനപ്പെടുത്തിയത് ആരാ? ഓ, അത് പത്രോസ് ആണെന്നാ തോന്നുന്നത്. യേശു ജനിച്ചത് എവിടാ? അതെവിടെയാ പപ്പ? അത് സിറിയയിൽ എവിടെങ്ങാണ്ട. നീ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. സൺഡേ സ്കൂൾ വണ്ടി വരാറായി. എക്സാം അല്ലേ, ഒന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പോ. ഒരു സങ്കീർത്തനം എടുത്ത് വായിക്ക്. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാ. അയ്യോ, ബാക്കി വായിച്ചേ. ഇതിന്റെ ചാർജ് തീർന്നു പോയി. ബാക്കി ഓർമ്മയില്ലേ? പപ്പ ഓർത്ത് പറ. അത് മോനെ, വണ്ടി വരാറായി. പ്രാർത്ഥിച്ചു പൊക്കോ, താമസിക്കരുത് കേട്ടോ. എടി, സമയം എത്രയായി? സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് അവനിക്ക് വന്നില്ലല്ലോ. ഓ, വരാറാവുന്നതേ ഉള്ളൂ. വണ്ടിയൊക്കെ മോ സൺഡേ സ്കൂളിലെ എക്സാം എല്ലാം എഴുതിയോ? മോനെ, സൺഡേ സ്കൂളിലെ എക്സാം എല്ലാം എഴുതിയോ? എഴുതി മമ്മി. എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളിയിൽ പോയ കാര്യം ചോദിച്ചു, യേശുവിന്റെ സ്നേഹവും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു. ആ, എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടുമോ അതോ ഈ പ്രാവശ്യം എല്ലാവരും കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. ഓ, പോയിരുന്ന സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യേ. ഓ, പ്രയറും കണക്കാ ഭയങ്കര ബോറിങ്ങാ. ആരാധന ഒന്നും പോലെ. പ്രസംഗത്തിലൊന്നും പുതിയ പോയിന്റ് ഒന്നുമില്ല. ആഴ്ചയിൽ 3 ദിവസം മീറ്റിങ്ങിന്. അതും അല്ലാത്ത കൂടുതലാണല്ലോ. അതും 2-3 മണിക്കൂർ ഇരുന്ന് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളാ ഉള്ളത്. പ്രസംഗം നമുക്ക് ഇന്റർനെറ്റിലും TV-യിലും ഒക്കെ കിട്ടും. സമയവും ലാഭം. ടൈം ഈസ് മണി എന്നല്ലേ. അതൊക്കെ പോട്ടെ, സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നല്ലോ. ആ രാജുവിന്റെ മോന് ഫസ്റ്റ് ഉണ്ടല്ലോ. നിങ്ങൾ ഓർമ്മ പരീക്ഷ എഴുതിയില്ലേ? എഴുതിയല്ലോ. ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡോ? അത് സണ്ണിക്ക. എടാ, നീ എല്ലാം എഴുതിയെന്നല്ലേ പറഞ്ഞത്? ഞാൻ എല്ലാം എഴുതിയതാ, ഒന്നും വിട്ടിട്ടില്ല. ആഹാ, പിന്നെ എന്താ പറ്റിയത്? ഇപ്പൊ ചോദിച്ചിട്ടെന്താ കാര്യം? സ്കൂളിൽ എക്സാമിന്റെ ഇടയിൽ പഠിപ്പിച്ചതാ. ടീച്ചറെ, റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പിന്നെ മാർക്ക് എങ്ങനെയാ ഇങ്ങനെയായത്? എഴുതിയതിനനുസരിച്ച് മാർക്ക് ഇടാൻ ഒക്കൂ. ആ, ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വരുന്നത്. എന്റെ മോൻ എല്ലാം എഴുതിയതാ. അവൻ മിടുക്കനാ. പക്ഷെ അതൊന്നും പേപ്പറിലില്ല. എല്ലാരും ഉണ്ടല്ലോ, എന്താ ഒരു തർക്കം? അത് റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല.
എല്ലാത്തിനും ഒരു പരിഹാരം ഇപ്പൊ ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാൻ റീടെസ്റ്റ് നടത്താം. എന്താ? ആ അത് മതി, അത് മതി. ചോദ്യ പേപ്പർ ഇങ്ങോട്ട് എടുക്ക് ടീച്ചറെ. റോയി മോനെ, നീ ഇങ്ങോട്ട് മാറി നിന്നേ. ആദ്യത്തെ ചോദ്യം, എരിഹോ മതിൽ തകർത്ത് കളഞ്ഞതാര്? ഞാനല്ല, ആ ജോയനും നൈജിലും കൂടി എപ്പോഴും മതിൽ കിടന്ന് ചാടും. അവന്മാരോട് തന്നെ പോയി ചോദിക്കേ. അവൻ അങ്ങനെ നശീകരണം ഒന്നും ചെയ്യില്ല. ഗുഡ് ബോയ്യാ അവൻ. ഇനി അഥവാ അങ്ങനെ വല്ലതും തകർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കേട് എണ്ണി എണ്ണി തന്നേക്കാം. അതിന് മാർക്ക് ഇങ്ങനെ കുറിച്ചാൽ എങ്ങനെയാ? ഇത് ബൈബിളിലെ ചോദ്യമായ എന്തായാലും എഴുതിയത് മനസ്സിലായില്ലേ? ഒന്ന് തെറ്റിയാലും സെക്കൻഡെങ്കിൽ കൊടുക്കാമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യ കൽപ്പന എന്തായിരുന്നു? കൽപ്പന ആരവർക്ക് കൊടുത്തു? അത് അനുസരിച്ചില്ലേ? എന്നിട്ട് എന്തു പറ്റി? ഹവ്വ ആദത്തിനടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാൾക്ക് കേൾക്കുന്നവൻ പെരുവഴിയിൽ. അതുപോലെ ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞതാര്? മറിയ. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ വിദ്വാൻമാർ എന്തെല്ലാം സമ്മാനമാണ് കൊടുത്തത്? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. ഓനെ മമ്മിയല്ലേ പറഞ്ഞ് വീട്ടിൽ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുത്തതുപോലെയാണെന്ന്. ഇനി അടുത്തത്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. എടാ റോയ് മോനെ, നീ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത്? ആ, ഇത്രയൊക്കെ ആയില്ലേ? മുഴുവനും ഉണ്ട്. ഇതുകൂടി കേൾക്കട്ടെ. യേശുവിന്റെ എന്തെങ്കിലും ഒരു ഉപമയോ അതോ അത്ഭുത പ്രവൃത്തികളെയോ വിവരിക്കുക. അതൊരു വലിയ ഉത്തരമാ. ഞാൻ എന്റെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. എരുസലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോകുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിഷും ടിഷും മൃദുപ്രായനായ കഷ്ണം കഷ്ണമായി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിപ്പിച്ചത് 12 കൊട്ട നിറച്ചെടുത്തു. അത് ഒറ്റുകാരനായ ഇസ്കോരിയത്തെ യൂദ എടുത്തുകൊണ്ടുപോയി. ദേവാലയത്തിൽ ആടുകളെയും കാളകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. എന്തായാലും നല്ല ഉത്തരം തന്നെ. ഇനി ബാക്കിയൂടെ വായിക്കട്ടെ. വേണ്ട, മതിയായി. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബാലൻ നടക്കുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കാനെടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരു അംശമെങ്കിലും ശ്രമം വേദപഠനത്തിന് മാതാപിതാക്കൾ ചിലവഴിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ച് വളരും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി വേണ്ടതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു.